നമ്മുടെ വീടുകളിലേക്ക് കിച്ചൺ ചിമ്മിനി എടുക്കുമ്പോൾ നമ്മൾ സാധാരണയായി ചെയ്യുന്നൊരു മണ്ടത്തരമാണ് എങ്ങനെ നമ്മൾ പോയിട്ട് ഒരു പ്രൈസ് നോക്കിയിട്ടും അതുപോലെ കാണാൻ ഭംഗിയുള്ള ഒരു ചിമ്മിനി എടുക്കുക. 70% പേരും അങ്ങനെയാണ് എടുക്കുക. 30% പേര് മാത്രമാണ് ആ ചിമ്മിനിയുടെ സക്ഷൻ കപ്പാസിറ്റി നോക്കിയിട്ട് എടുക്കുക. യഥാർത്ഥത്തിൽ ചിമ്മിനിയുടെ ഉപയോഗം എന്താണ്? നമ്മുടെ റൂമിലെ എയറിനെ സക്ക് ചെയ്ത് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് ചിമ്മിനിയുടെ ഉദ്ദേശം. ആ ഉദ്ദേശമാണ് നടക്കേണ്ടത്. അതുകൊണ്ട് എപ്പോഴും സക്ഷൻ കപ്പാസിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും? ഉദാഹരണത്തിന് നമ്മുടെ കിച്ചൺ ഒരു 4 മീറ്റർ നീളം, 3 മീറ്റർ വീതി, അതുപോലെ ഒരു 3 മീറ്റർ പൊക്കമുള്ള ഒരു കിച്ചണാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതാണ് 36 ക്യൂബിക് മീറ്റർ ആണ് ആ കിച്ചന്റെ വോളിയം. അപ്പോൾ ഒരു മണിക്കൂറിൽ ഏകദേശം ഒരു 10 മുതൽ 12 തവണയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കിച്ചണിലെ എയറിനെ നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ. അപ്പോൾ ഏകദേശം ഒരു 430, 12 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 430 ആ റേഞ്ചിലേക്ക് വരും. അത് എയറിന് മാത്രമാണ് ഡിസ്പ്ലേസ് ചെയ്യുക. പക്ഷെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റൈൽ കുക്കിങ്ങിൽ ഗ്രീസ് കൂടുതലായിരിക്കും. എണ്ണ, അതായത് നമ്മൾ ഡീപ്പ് ഫ്രൈ മീനൊക്കെ നന്നായിട്ട് പൊരിക്കുമ്പോൾ നന്നായിട്ട് പുകയുണ്ടാവും. അതുപോലെ ഗ്രീസ് ഭയങ്കരമായിട്ട് അന്തരീക്ഷത്തിലുണ്ടാവും. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഡിസ്പ്ലേസ് ചെയ്താൽ പോലെ എക്സ്ട്രാക്ട് ചെയ്ത് തന്നെ കളയണം. അപ്പോൾ ആക്ച്വലി ഈ 430 എന്ന് പറയുന്നതിന് ഡബിൾ പവർ എടുക്കണം ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏകദേശം ഒരു 900 ക്യൂബിക് മീറ്റർ പെർ അവർ, ഒരു മണിക്കൂർ 900 ക്യൂബിക് മീറ്റർ പെർ അവർ. ഇങ്ങനെയാണ് സക്ഷൻ കപ്പാസിറ്റി നോക്കുന്നത്. അപ്പോൾ 900 മുതൽ 1000 ക്യൂബിക് മീറ്റർ പെർ അവർ ഉള്ള ഒരു കിച്ചൺ ചിമ്മിനി ആ കിച്ചണിലേക്ക് എടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ കിച്ചന്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മളിത് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കിച്ചന്റെ നീളവും വീതിയും അതുപോലെ പൊക്കവും ഒന്ന് അളന്നിട്ട് അതിന് എത്ര ക്യൂബിക് മീറ്റർ ഉണ്ടെന്ന്, എത്ര വോളിയം ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മോഡൽസ്, അതായത് ഒരു വാല്യൂ ഫോർ മണി, പ്രൈസ് കുറഞ്ഞ മോഡൽസ് ഒന്നുമല്ല, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലായിട്ടുള്ള കുറച്ച് മോഡൽസുകൾ ഞാൻ വരും വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ മോഡലുകൾ പർച്ചേസ് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസും എൻ്റെ ഡീറ്റെയിൽസും വെച്ചിട്ട് ഞാൻ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾ നീളവും വീതിയും പൊക്കവും എടുത്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലുള്ള ജെനുവിൻ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. നിങ്ങളുടെ വീട് പണിയുന്ന സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് അയച്ചും കൊടുത്തോളൂ. അവരുടെ വീടുകളും ഭംഗിയാവട്ടെ.